അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹിം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിമുസന്നിഫി ഹാദൽ കിതാബിൽ മുബാറക്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ അളീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അളീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളീന വറബ്ബുൽ അർശിൽ കരീം. അല്ലാഹുമ്മ വമാ ഖദ്ദർത ലനാ മിൻ ഖൈരിൻ വശറഅനാ ഫീഹി ബിതൗഫീഖിക വതയ്സീരിക ഫതമ്മിംഹു ലനാ ബിഅഹ്സനിൽ വുജൂഹി കുല്ലിഹാ വഅസ്വബിഹാ വഅസ്ബാഹാ ഫഇന്നക അലാ മാ തശാഉ ഖദീർ വബിൽ ഇജാബത്തി ജദീർ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുമ്മ വമാ ഖദ്ദർത ലനാ മിൻ ശർരിൻ വതുഹദ്ദിറുനാ മിൻഹു ഫസ്രിഫ്ഹു അന്നാ യാ ഹയ്യു യാ ഖയ്യൂം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. യാ റബ്ബൽ ആലമീൻ വയാ അർഹമർ റഹീമീൻ. അപ്പോഴേ നമ്മൾ പറഞ്ഞത് ഇൽമുമായുള്ള ഇഷ്തിഗാല്. ഫൈനൽ ഇഷ്തിഗാല ബിൽ ഇൽമി, ശർഇ അംഗീകരിക്കുന്ന, ദീൻ അംഗീകരിക്കുന്ന ഇൽമുമായി ബന്ധപ്പെടൽ. ഇപ്പൊ ദീനിൽ ഒരു നിലക്കും ഫായിദയില്ലാത്ത ഏതെങ്കിലും ഇൽമ്, അങ്ങനെയുള്ള ധാരാളം ഇൽമുകളുണ്ട്, അത് നമുക്കറിയാം. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ എന്നോട് ഒരു മുതാലിമ് എന്നോട് ഫോണിൽ വന്ന് ചോദിച്ച്, ഈ കമ്പ്യൂട്ടർ പഠനം, അതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിക്കല്, ഈ തുടങ്ങിയുള്ള ഈ വിഷയങ്ങളൊക്കെ, ഈ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഈ സംഗതികളൊക്കെ പഠിക്കല് എന്താണ് അതിന്റെ ഹുക്മ, അത് ഏതിൽ പെടും? ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാതെ ഉടനെ പറഞ്ഞു അതെല്ലാം ഇതിൽ പെടുമെന്ന് ഞാൻ പറഞ്ഞു. അഫ്ദലു താഅത്തിൽ പെടുമെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. ആ മറുപടി ശരിയായിരിക്കൂലേ? ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇപ്പം ഞാൻ പഠിച്ച്, ഞാനിപ്പോൾ അത് പഠിക്കേണ്ടി വന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. ഞാൻ ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇത്രയും വിഷയത്തിൽ തീരെ ഇൽത്തിഫാത്ത് ഉണ്ടായില്ല. അപ്പം ഞാനത് പഠിക്കേണ്ടി വന്ന്. ഓൺലൈൻ ക്ലാസ് അത് എന്താണ്, ഗൂഗിൾ ക്ലാസ് റൂം, അതൊക്കെ ഗൂഗിൾ മീറ്റ്, സൂം, ഇതൊക്കെ ഇപ്പം ഞാൻ പഠിച്ച്, അതൊക്കെ പഠിക്കേണ്ടി വന്ന്. അപ്പൊ അതെല്ലാം ഇപ്പൊ ഈ അഫ്ളലു താഴത്തിൽ പെടുത്തണ്ടേ? അഫ്ളലു താഴത്തിൽ അതെല്ലാം പെടൂലേ? എന്തൊക്കെയാണ് മുത്താലിമികളുടെ ചോദ്യം? പ്രസക്തമാണ്. ഏതായാലും അതൊക്കെ അഫ്ളലു താഴത്തിൽ പെടണം. ഈ ഓൺലൈനിൽ ഇത് പഠിക്കാണ്ട് ഇപ്പൊ നമ്മളെങ്ങനെ ഇപ്പം ക്ലാസ് എടുക്കുക, എന്താ ചെയ്യാ? അപ്പൊ അതൊരു ശർഅൻ അംഗീകരിക്കുന്ന വിഷയത്തിൽ അതിന്റെ മാധ്യമത്തിൽ പെടുത്താല, വാസ്യത്തിൽ പെടുത്തിക്കൂടെ? ആലാത്തുകളൊക്കെ നെഹ്വ്, സർഫ്, അതൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഇൽമുമായുള്ള ഇഷ്തിഗാലിൽ ഏതായാലും പെടൂലേ? പെടും. നമ്മളൊക്കെ ഫോൺ ഉപയോഗിക്കുന്നതിനെ തന്നെ അങ്ങേറ്റം നിരുത്സാഹപ്പെടുത്തി വരും. അതിനെതിരിൽ സ്ഥിരമായ ക്ലാസ്സുകളിൽ വെച്ച് പറഞ്ഞവരുമാണ്. ഇപ്പൊ നമ്മൾ തന്നെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് പറയുന്നത്, നല്ല സ്പീഡ് ഉള്ള നെറ്റും മക്കൾക്ക് എടുത്തു കൊടുക്കണം, അങ്ങനെയുള്ള ഫോണും വാങ്ങിക്കൊടുക്കണം. അത് ഞങ്ങൾ തന്നെ രക്ഷിതാക്കളെ വിളിച്ചിട്ട് പറയുന്ന ഒരു അവസ്ഥയിലെത്തി. അപ്പൊ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് ഈ ഉലൂമിന് വ്യത്യാസങ്ങൾ വരും. അപ്പൊ തീർച്ചയായും അതൊക്കെ ഭാഷ പഠിക്കല്, ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്, അതിപ്പോ ഈ അഫ്ളലു താഅത്ത് അതിൽ പെടും. ഇന്നത്തെ കാലഘട്ടം അതാണ്. അത്തരം ഭാഷകൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം. അതെല്ലാം അഫ്ളലു താഅത്തിൽ പെടും. അങ്ങനെ തന്നെയാണ് ഉലമാഇന്റെയും ഉസ്താദുമാരുടെയും ഫത്വ. ഇതൊക്കെ
ഇൽമുമായുള്ള ഇഷ്തിഗാലിൽ പെട്ടതുമാണ്. അതൊന്നും ദുരുപയോഗം ചെയ്യരുത്. ദുരുപയോഗം ചെയ്യുമ്പോൾ അതൊക്കെ തെറ്റായി മാറും, അതൊക്കെ മറ്റൊരു ഇൽമിൽ പെടും. അതേസമയം നമ്മുടെ ഈ ദീനീ ഉലൂമ് നിലനിൽക്കാൻ ആവശ്യമായ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കൽ മിൻ അഫ്ദലി താഅത്തിൽ പെടുത്തണം. ഫൈനൽ ഇഷ്തിഗാല ബിൽ ഇൽമി, ഫിഖ്ഹ്, ഹദീസ്, തഫ്സീർ തുടങ്ങിയതൊക്കെയാണ് ശർഅൻ ഇൽമ്. ഫിഖ്ഹും ഹദീസും തഫ്സീറും പഠിക്കാനും അത് പഠിപ്പിക്കാനും ആവശ്യമായ കാര്യങ്ങൾക്കും ആ കാര്യങ്ങളെയും നമ്മൾ അഫ്ദലു താഅത്തിൽ പെടുത്താണ്ട് എന്താ ചെയ്യാം? മിൻ അഫ്ദലി താഅത്ത്. എന്തുകൊണ്ട്? താഅത്ത് ലിഅന്നഹ മഫ്റൂളത്തുൻ വ മന്ദൂബത്തുൻ. താഅത്തുകൾ ഫർളും ഉണ്ടാകും സുന്നത്തും ഉണ്ടാകും. അല്ലാഹു തആലക്ക് ചെയ്യുന്ന താഅത്തും അത് ഫർളും ഉണ്ട് സുന്നത്തും ഉണ്ട്. വൽ മഫ്റൂളു അഫ്ദലു മിനൽ മന്ദൂബി. ഫർളായ താഅത്താണ് സുന്നത്തായ താഅത്തിനേക്കാൾ ശ്രേഷ്ഠമായതും അഫ്ളലായതും. വൽ ഇഷ്തിഗാലു ബിൽ ഇൽമി, ഇൽമുമായി ഇഷ്തിഗാൽ ചെയ്യുക എന്നുള്ളത് മിൻഹു അഫ്ളലു താഅത്തിൽപ്പെട്ടതാണ്. ഇൽമുമായുള്ള ഇഷ്തിഗാല് അത് അഫ്ളലു താഅത്തിൽ പെടും. കാരണം താഅത്തിൽ ഫർളും ഉണ്ട് സുന്നത്തും ഉണ്ട്. ഇൽമി തന്നെ ഫർളുമുണ്ട് സുന്നത്തുമുണ്ട്. ഒക്കെ വിശദമായി നമുക്കറിയാലോ. ഫർള് തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും ഇൽമ പഠിക്കൽ ഫർളാണ്. ഫർള് ഐനുണ്ട്, ഫർള് കിഫായി ഉണ്ട്, സുന്നത്ത് ഐനുണ്ട്, സുന്നത്ത് കിഫായി ഉണ്ട് തുടങ്ങി ഇൽമും ഈ നിലക്കൊക്കെ പെടും. പഠിക്കല് ഹറാമായ ഇൽമുണ്ട്, പഠിക്കല് ജായിസായ ഇൽമുണ്ട്, കറാഹത്തായ ഇൽമുണ്ട്, ഒക്കെ ഉണ്ട്. ഒക്കെ വിശദമായി പറയാൻ ഇഹ്യ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇഹ്യ നന്നായിട്ട് ഓതാനും പഠിക്കാനും അതിനനുസരിച്ച് അമൽ ചെയ്യാനും. ഇഹ്യന്റെ ഒന്നാമത്തെ ബാബ് തന്നെ കിതാബുൽ ഇൽമാണ്. ആ കിതാബുൽ ഇൽമിൽ നന്നായിട്ട് ഇൽമിനെ മദ്മൂമ്, മംദൂഹ് എന്നൊക്കെ ഭാഗിച്ചിട്ട് അതിൽ തന്നെ ഫർള്, സുന്നത്ത്, ജായിസ്, ഹറാമ് എന്നൊക്കെ ആക്കിയിട്ട് ഭാഗിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വെച്ച് നമുക്ക് ഇൽമിന്റെ ഓരോ കാറ്റഗറിയും അവിടെ വെച്ച് പഠിക്കാൻ സാധിക്കും. അതിന്റെ ഗ്രേഡ് അവിടെ വെച്ച് പഠിക്കാം. ഫർള് ഏതാ, സുന്നത്ത് ഏതാ, വാജിബ് ഏതാ, ഹറാം ഏതാ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇൽമുമായി ശർഅൻ അംഗീകരിക്കുന്ന ശർഇന്റെ നിലനിൽപ്പിനെ ശർഅ് മനസ്സിലാക്കാൻ ആവശ്യമായ ആ ഇൽമ് അത് പഠിക്കൽ അഫ്ളലു താഅത്താണ്. ലിഅന്നഹ മഫ്റൂളത്തുൻ വ മന്ദൂബത്തുൻ. താഅത്തുകൾ ഫർളുമുണ്ട് സുന്നത്തുമുണ്ട്. വൽ മഫ്റൂളു അഫ്ളലു മിനൽ മന്ദൂബി. ഫർളായ താഅത്ത് സുന്നത്തായ താഅത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്. വൽ ഇഷ്തിഗാലു ബിൽ ഇൽമി, ഇൽമുമായി ഏർപ്പെടുക എന്നുള്ളത് മിൻഹു അഫ്ളലു താഅത്തിൽപ്പെട്ടതാണ്. ലിഅന്നഹു ഫർളു കിഫായത്തിൻ. ശർഅൻ അറിയപ്പെട്ട ഏത് ഇൽമും അത് ഫർള് കിഫായിനേക്കാൾ താഴേക്ക് പോവില്ല. ശർഅ് അംഗീകരിക്കുന്ന ഫിഖ്ഹ്, ഹദീസ്, തഫ്സീർ തുടങ്ങിയവയൊക്കെ പഠിക്കൽ ഫർള് കിഫായി എന്നതിനേക്കാൾ താഴെ ഏതായാലും പോവില്ല. അപ്പൊ ഫർള് കിഫായിയാണ്. അപ്പൊ ഫർള് കിഫായിയ എന്ന് വരുമ്പോ എന്താവും? താഅത്തിൽ അഫ്ളലായ പല സംഗതികളുമുണ്ട്. ആ അഫ്ളലായ സംഗതികളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇൽമുമായി ഏർപ്പെടുക, ഇൽമ പഠിക്കുക, അത് പഠിപ്പിക്കുക, അത് എഴുതുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക തുടങ്ങി ഇൽമുമായി ബന്ധപ്പെട്ട സംഗതികൾ. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വീഡിയോ എഡിറ്റ് ചെയ്യുക, ഓൺലൈൻ എങ്ങനെ ഓൺലൈനിൽ ക്ലാസ് നടത്തേണ്ടത്, ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്, സൂമിൽ വെച്ച് ക്ലാസ് എടുക്കേണ്ടത് എങ്ങനെയാണ്, ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, അതൊക്കെ പഠിക്കുക എന്ന് ഞാൻ ഉദാഹരണം പറയാൻ കാരണം അതൊക്കെ ഇഷ്തിഗാലും ബിൽ ഇൽമിൽ പെടും. അപ്പൊ ഇഷ്തിഗാലും ബിൽ ഇൽമ്
അത് അഫ്ദലു താഅത്തിൽപ്പെട്ടതാണ്. ഫി ഹദീസിൻ ഹസ്സനഹു തിർമിദിയു ഫളലുൽ ആലിമി അലൽ ആബിദി കഫളലി അലാ അദ്നാകും. ആലിമിന്റെ മഹത്വം ആബിദിനേക്കാൾ പഠിച്ച ഇൽമനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്ന കൂടുതൽ സമയവും അല്ലാഹു തആലക്ക് ഇബാദത്തുമായിട്ടാണ്. സുന്നത്ത് നിസ്കാരം, ഖുർആനോത്ത്, ദിക്ർ ചൊല്ലുക, അങ്ങനെയൊക്കെയുള്ള പള്ളിയിൽ ചെന്നിട്ട് ഇഅ്തികാഫിരിക്കുക തുടങ്ങിയ ഈ ഇബാദത്തുകളുമായൊക്കെ ഇടപെടുക, അയാൾക്കാണ് ആബിദ് എന്ന് പറയാം. ഇൽമില്ലാത്ത ആബിദല്ലേ? ഇൽമില്ലാത്ത ആബിദ് ദീനിന് കേടാണ്. ഒന്നും പഠിക്കാണ്ട് എന്തല്ലോ ഇബാദത്ത്, അതിന് ഇബാദത്ത് എന്ന് പേര് പറയോ? ഇപ്പൊ സുന്നത്ത് നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണോ? അപ്പൊ നിസ്കാരത്തെ സംബന്ധിച്ച് നല്ല പിടിപാട് വേണ്ടേ? അപ്പൊ അൽ ആബിദ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ആലിമായ ആബിദ് ചെയ്യുന്ന ഇബാദത്ത്, ആ ഇബാദത്തിനെ സംബന്ധിച്ച് ശരിയായ നിലക്കുള്ള ബോധമുണ്ട്. അങ്ങനെ ബോധത്തോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന ആലിമായ ആബിദ്, ആലിമായ ആബിദാണ്. അത് കൂടുതലൊന്നും ഞമ്മ പറയണ്ട. ഞമ്മ സാധാരണ പറയല്ലേ, അയാളൊരു ദാക്കിറാണ്, അയാളിങ്ങനെ ദിക്റും ചൊല്ലി കൂടുന്ന ആളാണെന്ന് പറയലുണ്ട്. ചില സംബന്ധിച്ച് പറയും അയാളൊരു ഉസ്താദാണ്, അയാളൊരു ആലിമാണ്. അതിന്റെ വായനെന്താ? അയാൾ ഇൽമ് പഠിച്ച് ആ ഇൽമുമായി ഇടപെടുന്ന, അതേസമയം ഇബാദത്തുണ്ട്. ഇബാദത്തില്ലാത്ത ഇൽമിന് എന്താ അർത്ഥമുള്ളത്? ഇൽമായി തീരണമെങ്കിൽ അതിന് ഇബാദത്ത് വേണ്ടേ? അപ്പൊ അൽ ആലിമിന്റെ മൈനെന്താ? ഫദലുൽ ആലിമി, ഇബാദത്ത് ചെയ്യുന്ന ആലിമ്, പഠിച്ചതനുസരിച്ച് അമല് ചെയ്യുന്ന ആലിമ്, പഠിച്ചതനുസരിച്ച് അമല് ചെയ്യുന്ന ആലിമാണ്. ആലിമ് അദ്ദേഹത്തിന്റെ ഏർപ്പാട് ഇൽമുമായുള്ള ശുഗലാണ്. ഇൽമ പഠിക്കുന്നു, ഇൽമ പഠിപ്പിക്കുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഇൽമ എഴുതുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. ഇബാദത്തോട് കൂടി പഠിച്ചതനുസരിച്ച് അമല് ചെയ്യുന്നതോട് കൂടി അദ്ദേഹത്തിന്റെ ഏർപ്പാട് ഇൽമുമായിട്ടാണ്. അങ്ങനെയുള്ള ആലിമിന്റെ ഫളല് പഠിച്ച് ഇൽമുമായുള്ള ശുഗല് വിട്ട് ഇബാദത്തുമായി ശുഗല് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ആബിദിനേക്കാളുള്ള ഫളലിക്ക ഫളലി അല അദ്നാക്കും. കണ്ട, കഫളലി അല അദ്നാക്കും, നിങ്ങളിൽ മർത്തബ കുറഞ്ഞ, നിങ്ങളിൽ മർത്തബ ഏറ്റവും കുറഞ്ഞ ഒരാളും ഞാനും തമ്മിൽ എന്ത് ഫളീലത്തിൽ വ്യത്യാസമുണ്ടോ അതുപോലെയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല അദ്നാക്കും എന്നതിന്റെ മൈന പറഞ്ഞേ. അല അദ്നാക്കും എന്നതിന്റെ മൈന എന്താണ്? അല അദ്നാക്കും എന്ന് പറഞ്ഞതിന്റെ മൈന ശാരീഹ്യങ്ങളിൽ രണ്ട് മൈന പറഞ്ഞിട്ടുണ്ട്. അല അദ്നാക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ മൈന ഇപ്പോൾ മുന്നിൽ കാണുന്ന സഹാബത്ത്, ആ സഹാബത്തിൽ മർത്തബ കുറഞ്ഞ ഒരാളുണ്ടാവും. സഹാബത്തിൽ മർത്തബ കുറഞ്ഞ ആള്, ആ സഹാബിയും ഞാനും തമ്മിൽ ഫളീലത്തിൽ എത്ര കണ്ട് വ്യത്യാസമുണ്ടോ അതുപോലെ വ്യത്യാസമുണ്ട്. ആലിമിന്റെ ഫളലും ആബിദിന്റെ ഫളലും. ഇനി അല അദ്നാക്കും ആ ഖിതാബിന് ഈ ഉമ്മത്തിൽ ഏറ്റവും ഫളല് കുറഞ്ഞ മനുഷ്യൻ എന്നും ശാരീഹ്യങ്ങളിൽ ചിലര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഫളീലത്തൊന്ന് നോക്കിയേ. ഈ ഉമ്മത്തിൽ ഏറ്റവും ഫളീലത്ത് കുറഞ്ഞ ഒരു മനുഷ്യൻ, ആ മനുഷ്യനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിൽ ഫളീലത്തിൽ എത്ര വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം പോലെയാണ് പഠിച്ചതനുസരിച്ച് അമൽ ചെയ്ത്, ആ അമൽ ചെയ്ത് പഠിച്ച ഇൽമുമായിട്ട് ശുഗല് ചെയ്യുന്ന ആ ആലിമ്, പഠിച്ച ഇൽമനുസരിച്ച് അമൽ ചെയ്ത് ഇബാദത്തുമായി കൂടുന്ന ആബിദ് തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഈ ഹദീസ്. ഇമാം മഹല്ലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞത് മക്കള് നന്നായി ഓർമ്മിക്കണം. ഇൽമിന്റെ ഫളീലത്ത് മനസ്സിലാക്കാൻ അഫ്ളലു തആത്താണ്
അഫ്ദലു താഅത്തിൽ പെട്ടതാണ് ഇസ്തിഗാലും ബിൽ ഇൽമ് എന്നതിന് ഇമാം മഹല്ലി തങ്ങൾ പറഞ്ഞ ഈ ഹദീസിനേക്കാൾ ഇനി വലിയ ഒരു ഹദീസൊന്നും തെരഞ്ഞിട്ട് പോണ്ടല്ല. അത്ര വലിയ ഫളീലത്തായില്ലേ അത്. മുതലും ഹലിൽ ഇൽമു അഫ്ദലു അവിൽ മാലു. അങ്ങനെ ഒരു ചോദ്യാണ്. ബഅദുൽ ഹുക്കമായിനോട് ആരോ ചോദിച്ച് മാലും ഇൽമുമായിട്ട് ഫളീലത്ത് ഏതാണ്? അങ്ങനെ ഒരാളടുത്ത് കുറെ പൈസ ഉണ്ട്, മുതലുണ്ട്, ഒരാളടുത്ത് കുറെ ഇൽമുണ്ട്. ഈ ഇൽമും മാലുമായിട്ട് ഏതാണ് ഫളീലത്ത്? അവിടെ രണ്ടിടത്തും നമ്മൾ ശ്രദ്ധിക്കണേ. ഈ മാല് അല്ലാഹു തആലാന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗിക്കുന്ന മുതലാണ്. ഇൽമോ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഉപയോഗിക്കുന്ന ഇൽമും. ഇൽമ പഠിച്ചിട്ട് അമൽ ചെയ്യാത്ത ആ ഇൽമ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കണ്ട. ഇൽമില്ലാതെ ഇബാദത്ത് എടുക്കുന്നു നമ്മൾ ചർച്ചയ്ക്ക് എടുക്കണ്ട. നമ്മുടെ ചർച്ച ഏതാ? പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുന്ന ഇൽമും ആലിമും. ഇൽമ പഠിച്ചിട്ട് ഇബാദത്ത് ചെയ്യുന്ന ആബിദും നമ്മുടെ ചർച്ച എടുക്കുക. അതുപോലെ തന്നെ മുതലി, അവിടെയും അല്ലാഹു തആലയുടെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന മുതലി എന്ന് മൈനവെക്ക്. അപ്പൊ അങ്ങനെയുള്ള മുതലും ഇൽമുമായിട്ട് അഫ്ദല് ഏതാണ്? അപ്പൊ അവര് പറഞ്ഞ ഇൽമാണ്. അപ്പൊ അവര് ചോദിച്ച് നമ്മളെ ആലിമീങ്ങള് മുതലാളിമാരുടെ അടുക്കലേക്ക് പോകുന്നു. വലിയ വിഷമവും വലിയ ബുദ്ധിമുട്ടുമാണ് ആലിമീങ്ങൾക്ക്. അപ്പൊ ആലിമീങ്ങൾ എവിടെ പോകുന്നുണ്ട്? മുതലാളിമാരുടെ അടുക്കലേക്ക് പോകുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. അതേസമയം മുതലാളിമാര് എവിടെ പോകുന്നില്ല? ആലിമീങ്ങളുടെ അടുക്കലേക്ക് പോകുന്നില്ല. അതെന്തുകൊണ്ടാ? വലിയ വിഷയല്ലേ? മുതലാളിമാരുടെ അടുത്തേക്ക് ആലിമീങ്ങളും മൊയ്ലാമാരും പോകും. അതേസമയം മൊയ്ലാമാരുടെ അടുത്തേക്ക് കൂടുതൽ മുതലാളിമാരൊന്നും വരുന്നില്ല. ഇപ്പൊ സാധാരണ ഇപ്പൊ അങ്ങനെയല്ലേ ഉള്ളത്? നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയല്ലേ? നമ്മളിപ്പം കോളേജൊക്കെ നടക്കണം, നമ്മുടെ സ്ഥാപനങ്ങൾ നടക്കണം, പള്ളി നടക്കണം, മദ്രസ നടക്കണം, ഇതിനൊക്കെ പൈസക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ദീനിന് വേണ്ടി മുതൽ തരുന്ന മുതലാളിമാരുടെ അടുത്തേക്ക് നമ്മൾ പോകും. ഏതെങ്കിലും മുതലാളി ഉണ്ടാവും മൊയ്ലാമാരുടെ അടുത്ത് മസല ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരല് നന്ന അപൂർവല്ലേ? പിന്നെ നിങ്ങളെന്താ ഇൽമിനാണ് മാലിനേക്കാൾ സ്ഥാനം എന്ന് പറയുന്നത്? തിരിച്ചവരുടെ ചോദ്യമാണ്, പ്രസക്തമാണത്. ഇൽമും മാലുമായിട്ട് ഇൽമിനാണ് ഫളീലത്ത് എന്ന് പറഞ്ഞ്, മാലിന് ഫളീലത്ത് കുറവാണ്. അപ്പൊ തിരിച്ചു ചോദ്യം എന്താ? ചോദ്യം ആലിമീങ്ങള് അഗ്നിയാക്കളുടെ അടുത്തേക്ക് പൈസ വാങ്ങാൻ വേണ്ടിട്ട് പോകും. അതേസമയം അതാ സാധാരണ ധാരാളം കാണുന്നില്ലേ? ഈ മുതലാളിമാരുണ്ടായി ഇൽമ പഠിക്കാനും ചോദിക്കാനും വേണ്ടി ആലിമീങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കുറവല്ലേ? അപ്പൊ അതെന്താ? അപ്പൊ അതിന് മറുപടി എന്താ? അൽ ഉലമാഉ അറഫു മൻഫഅത്തൽ മാലി വൽ അഗ്നിയാഉ ജഹിലു ഫളീലത്തൽ ഇൽമി. ആലിമീങ്ങൾക്ക് മുതലിന്റെ ഫളീലത്ത് അറിയാം. ആ മുതൽ കൊണ്ടുപോയിട്ട് നല്ല വിഷയത്തിൽ ചെലവഴിച്ചാൽ നല്ലതാവും. അപ്പൊ മാലിന്റെ ആവശ്യം, മാല് കൊണ്ടുള്ള ആവശ്യം എന്താണെന്ന് മൊയ്ലാന്മാർക്കറിയാം. അഗ്നിയാക്കൾക്ക് ഇൽമിന്റെ ഫളീലത്ത് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് അവർക്ക് നീ അറിയണ്ടേ? മുതലുണ്ട് എന്നല്ലാണ്ട് ഇൽമിന്റെ ഫളീലത്ത് അറിയില്ല. അതുകൊണ്ട് അവരിങ്ങോട്ട് വരുന്നില്ല. മൊയ്ലാന്മാർക്ക് എന്തറിയാ? മുതല്, അതുകൊണ്ടുള്ള മംഫയത്ത്, അല്ലാഹു തആലയുടെ ദീനിയുടെ നിലനിൽക്കണം, അതിന് മുതലാവശ്യമില്ലേ? അപ്പൊ മാലിന്റെ മംഫയത്ത് ആലിമീങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ആലിമീങ്ങള് അഗ്നിയായിന്റെ അടുക്കൽ മാല് വാങ്ങാൻ വേണ്ടിട്ട് പോകുന്നത്. അഗ്നിയാക്കൾക്ക് ഇൽമിന്റെ ഫളീലത്തും മംഫയത്തും അറിഞ്ഞൂടാ. അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് അവരിങ്ങോട്ട് ചോദിക്കാനും പറയാനും വരാത്തത്. എന്നല്ലാതെ ഇൽമിന് ഫളീലത്ത് കുറഞ്ഞത് കൊണ്ടാണ് അവരിങ്ങോട്ട് വരാത്തത് എന്നല്ല. അപ്പൊ അതിന്റെ സംഗതി ഇപ്പൊ ഇൽമും മാലുമായിട്ട് ഫളീലത്ത് ഏതിന് തന്നെയാണ്. മാത്രമല്ല മജ്ലിസു ഫിഖ്ഹിൻ ഖൈറും മിൻ ഇബാദത്ത് 60 സന. 60 കൊല്ലം അല്ലാഹു തആലക്ക് പഠിച്ച ഇൽമനുസരിച്ച് ഇബാദത്ത് മാത്രം ചെയ്തു കൂടുന്നതിനേക്കാൾ ഫളീലത്താണ് ഫിഖ്ഹ്, ഈ ദീന് പഠിക്കുക എന്നുള്ളത്. 60 വർഷം അല്ലേ?
60 വർഷത്തെ ഇബാദത്തിനേക്കാൾ ഫളീലത്താണ് ഒരു ഇൽമിന്റെ ക്ലാസ്സിൽ ഒരു ദർസിൽ ചെന്നിട്ട് പങ്കെടുക്കുക. അവ എന്തുകൊണ്ട് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമുക്കറിയുന്ന കാര്യമാണ് ഇൽമിന്റെ ഫളീലത്ത്. നളറത്തുൻ ഫി വജ്ഹിൽ ആലിമി അഹബ്ബു ഇലല്ലാഹി മിൻ ഇബാദത്തി 60 സന സിയാമും വഖിയാമും. അല്ലാഹു തആലന്റെ ദീന് പഠിച്ച ഒരു ഉലമാഉൽ ആഖിറ, ആഖിറത്തിന്റെ ഒരു ആലിമ്, അല്ലാഹു തആലനെ പേടിച്ച് ജീവിക്കുന്ന ഇൽമുമായി ശുഗലാകുന്ന ഒരു ആലിമിന്റെ മുഖത്ത് നോക്കല് 60 കൊല്ലം നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഫളീലത്താണ്. അത്രയും വലിയ ഒരു ഇബാദത്താണ് ആലിമിന്റെ മുഖത്ത് നോക്കൽ. ഇതൊക്കെ ഹദീസുകളാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇൽമ് പഠിക്കുക ഇൽമുമായുള്ള ഏർപ്പെടൽ, ഇൽമുമായി ഏത് നിലക്ക് ഏർപ്പെടുക എന്നുള്ളതും അത് അഫ്ളലു തആത്തിൽപ്പെട്ടതാണ്. ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി തആത്തി, അഫ്ളലു തആത്തിൽപ്പെട്ടതാണ് ഇൽമുമായുള്ള ഇസ്തിഗാൽ. മക്കൾക്ക് സമയം കിട്ടുമെങ്കിൽ ശറഹുൽ മുഹദ്ദബ് ഒന്ന് എടുത്തു നോക്കിയ മക്കളെ. ശറഹുൽ മുഹദ്ദബിന്റെ തുടക്കത്തിൽ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇൽമിന്റെ ഫളീലത്ത് എന്തൊക്കെ പറഞ്ഞു. താലിമീങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ മക്കളെ മുത്താല ചെയ്യാൻ വേണ്ടി മഹല്ലി ഓതുന്ന സമയത്ത് ശറഹുൽ മുഹദ്ദബ് മുത്താല ചെയ്യണം. ആ മുത്താല ചെയ്യാൻ വേണ്ടി സാധിക്കും. വിഷമമൊന്നും വിചാരിക്കണ്ട, നിങ്ങളെടുത്ത് മുത്താല ചെയ്യും. അത് ക്രമേണ ആദ്യങ്ങളിലൊക്കെ അല്പം മനസ്സിലാവും, പിന്നെ അത് കൂടുതൽ മനസ്സിലായിക്കൊണ്ടേ വരും. പ്രത്യേകിച്ച് ഈ സ്ഥലത്തൊക്കെ അതിന്റെ തുടക്കത്തിൽ ഇൽമിന്റെ ഫളീലത്ത് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എത്രയാണ് പറഞ്ഞു കൂട്ടിയത്. ഇപ്പൊ ചുരുക്കത്തിൽ ഇൽമുമായുള്ള ഏർപ്പാട് അത് അഫ്ളലു തആത്തിൽ പെട്ടതാണ്. അഫ്ളലു തആത്തായ പല സംഗതികളുമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇൽമുമായുള്ള ഇഷ്തിഗാൽ.